എല്ലാം നഷ്ടപ്പെട്ടിട്ടും ചോരയും കണ്ണീരും മാത്രം ബാക്കിയായിട്ടും ഗസയിലെ മനുഷ്യർ എങ്ങനെയാണ് ഇത്രയും ധീരമായി പിടിച്ചു നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിധിയെ പയിക്കാതെ അവരെ മുന്നോട്ട് നയിക്കുന്ന രഹസ്യമെന്താണ്? എല്ലാ ദിവസവും വാർത്തകൾ കണ്ട് നമ്മിൽ പലർക്കും ഇതൊരു സ്ഥിരം കാഴ്ചയായിരിക്കുന്നു. ഈ ഇരുണ്ട വാർത്തകൾക്കിടയിലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില കാഴ്ചകളുണ്ട്. സ്കൂളുകളും മദ്രസകളുമെല്ലാം തകർക്കപ്പെട്ടിട്ടും ടെന്റുകൾക്കുള്ളിൽ താൽക്കാലിക ക്ലാസ് മുറികൾ ഉണ്ടാക്കി ഗസയിലെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്റർനെറ്റ് വഴി ലോകത്തിന്റെ പല കോണിലുള്ള അധ്യാപകർ അവർക്ക് ഓൺലൈനായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭൗതികമായ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടും ജീവിക്കാൻ ശ്രമിക്കുന്ന ഈ മനുഷ്യർ ലോകത്തിനു മുമ്പിൽ വലിയൊരു പാഠമാണ്. വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽജൂഇ വന്നഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. ഭയവും പട്ടിണിയും സാമ്പത്തികവും ശാരീരികവുമായ നഷ്ടങ്ങൾ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. അത്തരം സന്ദർഭങ്ങളിൽ ശമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന ഖുർആനിന്റെ അധ്യാപനങ്ങളെ മുറുകെ പിടിച്ച ഒരു ജനതയെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന ഉന്നതമായ പ്രഖ്യാപനമാണ് ഗസ മുസ്ലിം ലോകത്തോട് വിളിച്ചു പറയുന്നത്. ബലിപെരുന്നാളിന്റെ ഈ സുദിനത്തിൽ ഗസയെ നമ്മൾ മറക്കാതിരിക്കുക. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഗസയെ നാം ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്.